പുരുഷ സന്ധ്യയെ ചിരിച്ചു, മധ്യാന സന്ധ്യയെ ജ്വലിച്ചു, സായം സന്ധ്യയെ കഴുകി, ത്രികാല സന്ധ്യ പോൽ നിൻ ജന്മം. നീ തൊട്ടുണർത്തി ഹൃദയ പൂക്കളിൽ നിറയുന്ന മധുവും മണവും അറിയാതെ ഒളിപ്പിച്ചു വെച്ചോ കാലം. നീ പോവുക നിൻ വഴിയേ, സഫലമീ യാത്ര, സഫലമീ യാത്ര. സ്വർഗദൂതിക നീ, ഭൂമിപുത്രി സർവം സഹേ. കർമ്മവീഥിയിൽ ഏകയാത്രിക സ്നേഹാദ്രേ, കർമ്മവീഥിയിൽ ഏകയാത്രിക സ്നേഹാദ്രേ. എന്തായാലും ഹോസ്പിറ്റലിൽ പോകാതിരിക്കാൻ പറ്റില്ല. നിന്റെ അച്ഛനും അമ്മയും നിന്നെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയില്ല അല്ലേ? എന്റെ എതിർപ്പ് അവര് കാര്യാക്കിയില്ല. അവിടെയുള്ള ഒരു പ്രൈവറ്റ് ഹോസ്പിറ്റലിലാ അവരെന്നെ കൊണ്ടുപോയത്. രാജീവേട്ടൻ ഉടനെ വരുമെന്നൊരു പ്രതീക്ഷ എൻ്റെ മനസ്സിലുണ്ടായിരുന്നു. ഞാൻ ഡോക്ടറോട് രഹസ്യമായിട്ടെല്ലാം പറഞ്ഞു. പേടിച്ചിട്ട് രാജീവേട്ടൻ ഒന്നും സമ്മതിക്കാത്തതാണെന്നും രാജീവേട്ടൻ ഉടനെ വരുമെന്നും ഞാൻ പറഞ്ഞു. എനിക്കെൻ്റെ കുഞ്ഞിനെ കൊല്ലാൻ പറ്റില്ലെന്നും പറഞ്ഞ് ഞാൻ കരഞ്ഞു. എന്നെ പരിശോധിച്ച ശേഷം ഡോക്ടർ അവരോട് പറഞ്ഞത് ഇപ്പം തന്നെ 5 മാസം ആവാറായി. ഇനിയൊരു അബോർഷൻ നടത്തിയ പെൺകുട്ടിക്ക് താങ്ങാൻ പറ്റില്ല, റിസ്ക് എടുക്കാൻ പറ്റുന്ന കാര്യമല്ല എന്നും പറഞ്ഞു. ആരോഗ്യപരമായ പ്രശ്നങ്ങൾ പറഞ്ഞ് ഡോക്ടറും കൈയൊഴിഞ്ഞു. വേറൊരിടത്ത് കൊണ്ടുപോകാനുള്ള ധൈര്യം എൻ്റെ അച്ഛനും അമ്മയ്ക്കും ഇല്ലായിരുന്നു. രാജീവേട്ടൻ വരുമെന്ന് ഞാൻ ഉറപ്പിച്ച് പറഞ്ഞുകൊണ്ടിരുന്നു. കുറച്ച് ദിവസങ്ങൾ അവർ കഴിച്ചു കൂട്ടി. അച്ഛനെ അമ്മയെക്കാളും എന്നെ ശപിച്ചത് മഞ്ജു ആയിരുന്നു, എൻ്റെ അനിയത്തി. അവൻ വന്നോ? വന്നത് രാജീവേട്ടനല്ല. രാജീവേട്ടൻ്റെ അച്ഛൻ ഒരു ദിവസം വീട്ടിൽ വന്നു. കൂടെ തടിയന്മാരായ 3-4 പേരും ഉണ്ടായിരുന്നു. അവരെ വീടിന്റെ പുറത്ത് നിർത്തി. എന്നിട്ട് രാജീവേട്ടന് എന്നോടെന്തോ സംസാരിക്കാനുണ്ടെന്ന് പറഞ്ഞ് ഫോൺ എനിക്ക് തന്നു. രാജീവേട്ടൻ ഇന്ന് വരെ സംസാരിക്കാത്ത ഭാഷയിലും രീതിയിലും അന്ന് എന്നോട് സംസാരിച്ചത്. ഞാൻ നിന്നെ എപ്പോഴാ പ്രേമിച്ച് താലി കെട്ടിയത്, ഗർഭിണിയാക്കിയത്? നീ ബസ്സിൽ വരുന്നൊരു കുട്ടിയായിട്ട് മാത്രമേ എനിക്ക് നിന്നെ അറിയാവൂ. അതും നിന്റെ നോട്ടം കാരണം. നിന്റെ നോട്ടവും ചിരിയും കണ്ടാലറിയാം നീ ഒരു മോശം പെണ്ണാണെന്നൊക്കെ. വേറെ ആരെങ്കിലും മനസ്സിൽ വെച്ചാണോ എൻ്റെ പേര് പറയുന്നതെന്നൊന്നും എനിക്ക് അറിയില്ല. ഇനി ഇതും പറഞ്ഞ് നടന്നാലേ നിന്റെ അച്ഛൻ്റെ പേരിൽ എൻ്റെ വീട്ടുകാർ കേസ് കൊടുക്കുന്നൊക്കെയാ രാജീവേട്ടൻ അന്ന് പറഞ്ഞത്. അത്രയും കേട്ടപ്പോൾ എനിക്ക് മനസ്സിലായി ഞാൻ ചതിക്കപ്പെട്ടു എന്ന്. അയാൾ എന്നെ ചതിച്ചതാ. എല്ലാം അയാളുടെ ചതിയായിരുന്നു. അവൻ 5 രൂപയുടെ മഞ്ഞച്ചരടും അതിൽ 50 രൂപയുടെ ഇമിറ്റേഷൻ താലിയും കോർത്തു വന്നത് ഭാര്യ എന്ന പേരിൽ രാത്രി നിന്നെ വീട്ടിൽ നിന്ന് വിളിച്ചിറക്കിക്കൊണ്ടുപോയി അവന്റെ മോഹം സാധിച്ച് കടന്നുകളയാനായിരുന്നു. ഒരു പെണ്ണിനെ ഇതിൽ കൂടുതൽ എങ്ങനെ വഞ്ചിക്കാനാ? നിന്നെ ഞാൻ എങ്ങനെ കുറ്റപ്പെടുത്തും മോളെ? ഒരു പെണ്ണ് താലിച്ചരടിൽ പോലും ചതിക്കപ്പെടുകയാണ്. ഇനി നമ്മൾ എന്ത് ചെയ്യും സുഗതേട്ടാ? കരഞ്ഞ് ശപിച്ചു ഇരുന്നാ മതിയോ? ഇനി എങ്ങനെ ഈ നാട്ടിൽ ജീവിക്കും? ഡോക്ടർ പോലും കൈയൊഴിഞ്ഞല്ലോ. ആലോചിക്കാൻ പോലും കഴിയുന്നില്ല. ഇനി പ്രസവിക്കല്ലാതെ എന്ത് ചെയ്യും? പ്രസവിക്കാനോ? അവളെ അങ്ങ് കൊന്നു കളയണം. വല്ല വിഷം കൊടുത്ത് കൊന്നുകളെ. നീ പോയി കൊല്ലടി.
ഞങ്ങൾക്ക് അതിനുള്ള ധൈര്യമില്ല. ഒന്നല്ല 2 ജീവനായിപ്പോ ഉള്ളത്. 2 കൊല്ലാൻ പറ്റുമെങ്കിൽ അതിനുള്ള ധൈര്യം ഉണ്ടെങ്കിൽ നീ പോയി കൊല്ല്. അല്ലെങ്കിൽ അച്ഛനൊരു പരിഹാരം പറയാ. ഹോസ്പിറ്റലിൽ കൊണ്ടുപോയപ്പോ ഡോക്ടർ കൈയൊഴിഞ്ഞു. ഇവള് പ്രസവിച്ചിവിടെ ഇരുന്നാലേ എനിക്കൊരു ജീവിതം ഉണ്ടാവോ? നിങ്ങൾക്ക് നാണക്കേടില്ലായിരിക്കും. നാണക്കേടുണ്ടായിരുന്നെങ്കിലേ നിങ്ങൾ ഇങ്ങനെ പറയില്ലായിരുന്നല്ലോ. കല്യാണം കഴിയാത്ത ഒരു പെണ്ണ് ഗർഭിണിയായി വീട്ടിലിരിക്കുന്നു. അവള് പ്രസവിക്കട്ടെ എന്നാണോ നിങ്ങൾ മനസ്സിൽ കാണുന്നേ? വാടക്കടി. ഇതുവരെ ഈ വിവരം ആരും അറിഞ്ഞിട്ടില്ല. ഇനി നീയായിട്ട് പുറത്തറിയിക്കരുത്. ഞാനായിട്ട് പുറത്തറിയിക്കരുതെന്നോ? അമ്മ, ഇത് ഗർഭമല്ലേ, മൂടി വെക്കാൻ വല്ലതും പറ്റുമോ? അല്ല, എങ്ങനെ ഒളിപ്പിക്കാൻ പറ്റുമെന്നാ നിങ്ങൾ ഈ പറയുന്നേ? അല്ല, അവൾക്കിനി പുറത്തിറങ്ങി നടക്കാൻ പറ്റുമോ? ഇപ്പൊ തന്നെ അവളുടെ വയറ് കുറേശ്ശെ കണ്ടു തുടങ്ങി. ഇത്രയും കാലം ആരും ശ്രദ്ധിക്കാത്തതുകൊണ്ടാ. പിന്നെ ഇപ്പൊ അവളെ കണ്ടാലറിയാം 4-5 മാസം ഗർഭിണിയാണെന്ന്. ഇവള് പറഞ്ഞത് ശരിയാ. ഇങ്ങനെ മുന്നോട്ട് പോകാൻ പറ്റില്ല. ബന്ധുക്കൾ ആരെങ്കിലും ഇങ്ങോട്ട് കയറി വന്നാ കണ്ട് കാര്യങ്ങൾ മനസ്സിലാക്കിയെന്ന് വരും. ഞാൻ എന്ത് ചെയ്യണമെന്നാ നീ പറയുന്നത്? അച്ഛൻ വിചാരിച്ച ഒന്നും ചെയ്യാനില്ലേ? ഞാൻ ചിന്തിച്ചിട്ട് ഒരു വഴിയേ ഉള്ളൂ. എങ്കിലച്ഛനാ വഴി പറ. വഴി എന്താന്ന് വെച്ചാ നമുക്കെല്ലാവർക്കും കൂടി മരിക്കാം. ഒരുമിച്ച് ആത്മഹത്യ ചെയ്യാം. മരിക്കാനോ? അല്ല, ഒരുത്തി ചെയ്ത തെറ്റിന് ബാക്കിയുള്ളവരെന്തിനാ മരിക്കുന്നേ? എന്നെ കിട്ടില്ല. എനിക്കെന്തായാലും ജീവിക്കണം. ദേ, അവളെ ദൂരെ ഏതെങ്കിലും അനാഥാലയത്തിൽ കൊണ്ടാക്ക്. അവൾ അവിടെ കിടന്ന് പ്രസവിക്കോ കുഞ്ഞിനെ വളർത്തോ എന്താ വെച്ച ചെയ്യട്ടെ. ദേ, നമ്മുടെ പേര് ഇതിനിടയിലേക്ക് വലിച്ചിടാതിരുന്ന മാത്രം മതി. അവളെ ഇവിടെ നിന്ന് എങ്ങോട്ടെങ്കിലും മാറ്റി നിർത്തുന്നതിന് എന്തെങ്കിലും ഒരു വഴിയുണ്ടോ? എന്ത് വഴിയാ ഉള്ളത്? നമ്മൾ അവളെ എവിടെ കൊണ്ടുപോയി നിർത്തും? ആരെങ്കിലും ചോദിച്ചാൽ നമ്മൾ എന്ത് മറുപടി പറയും? പ്രായപൂർത്തിയാവാത്ത പെണ്ണാ അവള്. എടുത്തിയാളി എന്തെങ്കിലും ചെയ്താ അവസാനം കറങ്ങി തിരിഞ്ഞത് നമ്മുടെ തലയിൽ തന്നെ വരും. ഞാൻ നേരത്തെ പറഞ്ഞതാ ഏറ്റവും നല്ല വഴി. നമുക്കെല്ലാവർക്കും കൂടി ആത്മഹത്യ ചെയ്യാം. സുഖദേട്ടൻ കാര്യമാണോ പറയുന്നത്? അല്ലാതെ നമ്മളിപ്പോ എന്ത് ചെയ്യാനാണ്? ഇതാവുമ്പോ കുറച്ച് വിഷം വാങ്ങി ആഹാരത്തിൽ കലർത്തി ഒരുമിച്ചിരുന്ന് കഴിക്കാം. അച്ഛാ, അച്ഛന്റെ മനസ്സിൽ അങ്ങനെ എന്തെങ്കിലും ചിന്തയുണ്ടെങ്കിൽ എന്നെ വിട്ടേക്ക്. ദേ, നിങ്ങൾ എന്താന്ന് വെച്ചാ ആയിക്കോ. എനിക്കെന്തായാലും ജീവിച്ചേ പറ്റൂ. ഒരുത്തി സുഖം തേടി പോയതിന്റെ പേരിൽ ബലിയാടാവാനൊന്നും എനിക്ക് പറ്റില്ല. അങ്ങനൊരു നീക്കം അച്ഛനീന്നുണ്ടായോ ഞാൻ ഈ ലോകം മുഴുവൻ വിളിച്ചു പറയും. ഒരു പെണ്ണെല്ലാം തകർന്നു നിൽക്കുന്നു. അടുത്തവള് ജീവിക്കാൻ ആഗ്രഹിക്കുന്നു. നമ്മളിനി എന്ത് ചെയ്യും ശ്യാമള? ഇതിപ്പോ എങ്ങനെ മുന്നോട്ട് പോകുമെന്ന് എനിക്കറിയില്ല. അത് തന്നെ ഞാനും ആലോചിക്കുന്നത്. നമുക്ക് അവളെ എവിടെയെങ്കിലും കൊണ്ട് നിർത്താൻ പറ്റുമോന്ന എന്റെ ചിന്ത. നീ പിന്നെ അതാണോ പറയുന്നത്? ഏതെങ്കിലും ഓർഫനേജിൽ കൊണ്ടുപോയി കഴിഞ്ഞാൽ അവര് കാര്യം ചോദിക്കില്ലേ? ഇങ്ങനെയാണെങ്കിൽ ഞാൻ എന്തെങ്കിലും കിടക്കുകയും ചെയ്യും. എനിക്ക് താങ്ങാൻ കഴിയുന്നില്ല ശ്യാമളെ. കളക്ടറാവാൻ സ്വപ്നം കണ്ട മോളാ. എന്തൊരു വിധിയാണത്. സുഗതേട്ടാ, നമുക്കൊരുമിച്ച് മരിക്കാൻ സുഗതേട്ടാ. അല്ലാതെ ഞാനും വേറെ വഴിയൊന്നും കാണുന്നില്ല.
നീ ഉണന്നോ? കുറച്ചുകൂടെ ഉറങ്ങട്ടെ എന്ന് വിചാരിച്ചാ ഞാൻ വിളിക്കാതിരുന്നത്. നീ ഇപ്പോ എവിടെയാണെന്നാണോ ചിന്തിക്കുന്നത്? ഇന്നലെ രാത്രി ഉണ്ടായ കാര്യങ്ങളൊക്കെ മറന്നുപോയോ? ചായ കുടിക്ക്. നീ വല്ല കത്തും എഴുതി വെച്ചിട്ടാണോ വീട്ടിൽ നിന്ന് ഇറങ്ങിയത്? അതെ. ഇപ്പോ നിന്നെ കാണാതെ വീട്ടുകാരെ അന്വേഷിക്കുന്നുണ്ടാവും. ഇനി എന്താ നിന്റെ പ്ലാൻ? പകൽ ആത്മഹത്യ ചെയ്യാന്ന് വിചാരിച്ചാലേ അത് നടക്കുന്ന കാര്യമല്ല. ചുറ്റിലും ആളുകളുണ്ട്. രാത്രി വരെ കാത്തിരിക്കേണ്ടി വരും. ഇന്നലെ ഞാൻ നിന്നോട് സംസാരിച്ചത് ആത്മാർത്ഥായിട്ടാ. ഇവിടെ ഞാൻ മാത്രാ ഉള്ളത്. നീ ഒരിടത്തും പോകണ്ട മോളെ. നീ ഇവിടെ തന്നെ കഴിഞ്ഞോ? നിനക്ക് സമാധാനത്തോടെ നിന്റെ കുഞ്ഞിനെ പ്രസവിക്കാം. ഇവിടെയുള്ള നാട്ടുകാരോട് ഞാൻ എന്തെങ്കിലും കഥ പറഞ്ഞ് വിശ്വസിപ്പിക്കാം. എന്റെ കുടുംബം അങ്ങ് വടക്ക. വകയിലുള്ളൊരു കുട്ടിയാണെന്ന് പറഞ്ഞ ആരാ വിശ്വസിക്കാത്തത്? നിനക്ക് ആത്മഹത്യ ചെയ്യാൻ ആരുടെ അനുവാദം ചോദിക്കേണ്ട കാര്യമില്ല. ആത്മഹത്യ സ്വയം ചെയ്യുന്ന പ്രവൃത്തിയാണല്ലോ. പക്ഷേ നീ ആത്മഹത്യ മാത്രമല്ല ചെയ്യുന്നത്, ഒരു കൊലപാതകം കൂടിയാ. എനിക്ക് വലിയ പഠിപ്പും വിവരമൊന്നും ഇല്ലെങ്കിലും ഈ ലോകത്തെക്കുറിച്ച് നല്ല ബോധ്യമുണ്ട്. നിനക്ക് മാത്രമേ മരിക്കാനുള്ള അനുവാദമുള്ളൂ. നിന്റെ വയറ്റിലെ കുഞ്ഞ് ആവശ്യപ്പെട്ടോ നിന്നോട് അതിനെയും കൊല്ലാൻ? നീ ആത്മഹത്യ ചെയ്യുമ്പോൾ നിന്റെ വയറ്റിലെ കുഞ്ഞിനെയാണ് കൊലപ്പെടുത്തുന്നത്. ആ ബോധം നിനക്കുണ്ടോ? ആ കുഞ്ഞിന് ഭൂമിയിൽ ജീവിക്കാനുള്ള അവകാശമുണ്ട് കൊച്ചേ. നീ അത് മനസ്സിലാക്ക്. ദൈവം അതിനെ സൃഷ്ടിച്ചത് എന്തോ ലക്ഷ്യത്തിനു വേണ്ടിയാ. പിന്നെ നിനക്കെങ്ങനെ അതിനെ കൊല്ലാൻ പറ്റും? ആർക്കും ആരെയും കൊല്ലാനുള്ള അധികാരമില്ല, രക്ഷിക്കാനേ ഉള്ളൂ. ജീവൻ തന്നതുപോലെ ജീവൻ എടുക്കാനുള്ള അവകാശവും ദൈവത്തിനാണ്. മോളെ, ഒരു കുഞ്ഞ് അമ്മയുടെ വയറ്റിൽ ജന്മം എടുക്കുമ്പോ തന്നെ ആ കുഞ്ഞിന് ഭൂമിയിൽ ചെയ്യാൻ എന്തെങ്കിലുമൊക്കെ കാര്യം ദൈവം കരുതി വെച്ചിട്ടുണ്ടാവും. അല്ലാതെ ഒരു ജന്മവും ഈ ഭൂമിയിൽ വരില്ല. നിന്റെ കുഞ്ഞിന് ഈ ഭൂമിയിൽ ജനിക്കാൻ അവകാശവും അധികാരവും കൊടുത്തിരിക്കുന്നത് ദൈവമാണ്. അത് തടയാൻ നിനക്കെന്നല്ല, ആർക്കും കഴിയില്ല. അതുകൊണ്ടാണ് ഡോക്ടർ പോലും അത് ചെയ്യാതെ പിന്മാറിയത്. ഇപ്പൊ നിന്റെ ഈ അവസ്ഥ ഇങ്ങനെയൊക്കെ ആണെങ്കിലും നാളെ നിന്റെ കുഞ്ഞു വളർന്നു വലുതായി ഈ ലോകത്തിനു വേണ്ടി ഒരുപാട് നല്ല കാര്യങ്ങൾ ചെയ്യാനുണ്ടെങ്കിലോ? നീ അങ്ങനെയൊന്ന് ചിന്തിച്ചു നോക്ക്. ഇപ്പം മരിക്കാൻ നടക്കുന്ന നീ അന്ന് ചിന്തിക്കും, അന്ന് രക്ഷപ്പെട്ടത് നന്നായെന്ന്. ഒന്നും ഇവിടം കൊണ്ട് അവസാനിക്കുന്നില്ല. നല്ലതിലേക്കുള്ള യാത്രയാണിതെന്ന് നീ കരുതണം. ഞാൻ പറയുന്നത് നിനക്ക് മനസ്സിലാവുന്നുണ്ടോ? ഓരോ സാഹചര്യങ്ങളും മറികടക്കുന്ന സമയത്തേ ഉള്ളൂ ദുഃഖവും വേദനയൊക്കെ. ആ സമയം കഴിഞ്ഞു കിട്ടിയാലേ മറ്റൊന്നാവും സംഭവിക്കാം. നീ നിന്റെ കുഞ്ഞിനെ പ്രസവിക്കാൻ തീരുമാനിക്കേ. അതിനെ നശിപ്പിച്ചു കളയുകയല്ല വേണ്ടത്. നീയും അത് തന്നെയല്ലേ ആഗ്രഹിക്കുന്നത്? അതിനുള്ള എല്ലാ സാഹചര്യങ്ങളും ഞാൻ ഉണ്ടാക്കിത്തരാം. ആരും നിന്നെ പഴി പറയില്ല. ഇവിടെ നിന്ന് 10-35 കിലോമീറ്റർ അകലെയല്ലേ നിന്റെ വീട്. ആരും ഇങ്ങോട്ട് വരാനും പോകുന്നില്ല. ശാരദാമ്മയ്ക്ക് എന്നെ സഹായിക്കാൻ പറ്റുമോ? നാളെ ഞാൻ ശാരദാമ്മയ്ക്കൊരു ഭാരമാവില്ലേ? ഞാൻ ഒറ്റയ്ക്കാണ് ഈ വീട്ടിൽ താമസിക്കുന്നത്. എനിക്കൊരു മകനുള്ളത് ഞാൻ പറഞ്ഞില്ലേ. അവൻ ജയിലിലാണ്. അവൻ ഇങ്ങോട്ട് വരാറേ ഇല്ല. എനിക്കൊരു പ്രതീക്ഷ വേണ്ടേ? ഈ പ്രായത്തിൽ എനിക്കും ഒരു പേരക്കുട്ടിയെ ലാളിക്കാനും കൊഞ്ചിക്കാനുമുള്ള മോഹമുണ്ട്. ദൈവം കൊണ്ടുവന്നതാ നിന്നെ എന്റെ മുന്നില്. മോൾ അങ്ങനെ കരുത്.
പക്ഷെ ഒരു കാര്യമുണ്ട്. നീ ഇവിടെ താമസിക്കുമ്പോൾ എനിക്ക് നിന്റെ വീട്ടുകാരെ വിവരം അറിയിക്കണം. എനിക്ക് അവരെ അറിയിക്കാതെ നിന്നെ ഇവിടെ നിർത്താൻ പറ്റില്ല. അത് നടക്കുന്ന കാര്യമല്ല ശാരദാമ്മേ. എന്റെ വീട്ടുകാര് ഞാൻ എവിടെ ഉണ്ടെന്ന് അറിയാൻ പോലും പാടില്ല. അങ്ങനെ പറ്റില്ല മോളെ. നീ അതിന് വാശി പിടിക്കണ്ട. ഇപ്പോഴത്തെ സ്ഥിതിയിൽ നിന്റെ വീട്ടുകാർ നിന്നെ കൈയൊഴിയാനേ നോക്കൂ. നീ എവിടെയെങ്കിലും സുരക്ഷിതയായി ഉണ്ടെന്ന് അവരറിഞ്ഞാ മതി. അവർ നിന്നെ കൂട്ടിക്കൊണ്ട് പോവില്ല. നിനക്ക് ദോഷമൊന്നും വരാതെ ഞാൻ കാര്യങ്ങളെല്ലാം ചെയ്യാം. നിന്നെ ഈ വീട്ടിൽ നിന്ന് ഞാൻ വിട്ടുകൊടുക്കില്ല. നീ നിന്റെ അച്ഛന്റെ ഫോൺ നമ്പർ ഇതാ, ഞാൻ അയാളെ വിളിക്കാം. അതിനുശേഷം നിനക്ക് തീരുമാനം എടുക്കാം. എന്തായാലും നിന്നെ അവർ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടു പോകുമെന്ന് നിനക്ക് വിശ്വാസമില്ലല്ലോ. എന്റെ അച്ഛനൊരു പാവ. ഞാൻ ഇവിടെ ഉണ്ടെന്നറിഞ്ഞ അച്ഛൻ എന്നെ കാണാൻ വരും. അച്ഛനെ കാണുന്നത് എനിക്ക് സഹിക്കാൻ പറ്റില്ല. അതിനൊക്കെ ശാരദാമ്മ പരിഹാരം ഉണ്ടാക്കാം. നീ ചായ കുടിക്കേ, ഞാനിപ്പോ വരാം. പണിക്ക് പോകുന്ന വീട്ടിൽ വിളിച്ചേ ഇന്ന് വരാൻ പറ്റില്ലെന്ന് പറയട്ടെ. കാലുവേദനയാണെന്ന് പറയാം. അല്ല, ഇവളിതെവിടെ പോയി? ഇനി വല്ലയിടത്തും പോയി ചത്തോ? അങ്ങനെ അവള് പോയി കിട്ടി. ഇനി എങ്ങനെ ചത്തു കാണോ? എഴുത്ത് കണ്ടിട്ട് അതിന്റെ പുറപ്പാടാണെന്ന് തോന്നുന്നു. അതെ സുഗതേട്ടാ, ഈ ചായ എങ്കിലും ഒന്ന് കുടിക്കുന്നേ. ഇന്നലെ ഇവിടെ ഇരുന്നല്ലേ ഉറങ്ങിയത്? ഇന്നലെ ഒന്നും കഴിച്ചില്ലല്ലോ. ഇങ്ങനെ ഇരുന്നാ പറ്റില്ല. നമുക്ക് എന്തെങ്കിലും ഒരു തീരുമാനം എടുത്തല്ലേ പറ്റൂ. സംഭവിക്കാനുള്ളത് സംഭവിച്ചു. ഇനി അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. എന്തെങ്കിലും ചെയ്തേ പറ്റൂ. അമ്മേ, ആരും ഇനി ഒന്നും ചെയ്യണ്ട. അവളെ പോയി. പോയെന്നാ? അവളെവിടെ പോയി? ഒരു ഡയറി എഴുതി വെച്ചിട്ടേ അവളങ്ങ് പോയി. ഇനി ആരും അവളെ നോക്കണ്ട. ദയവ് ചെയ്ത് ആരും അവളുടെ പുറകെ പോകാതിരുന്നാ മതി. അവളെ അവളുടെ വഴിക്കങ്ങ് വിട്. നീ ഡയറി ഇങ്ങോട്ടും. എന്റെ ദൈവമേ, അവളിനി ആത്മഹത്യ ചെയ്യാനായിരിക്കോ പോയത്? അവൾ എവിടെങ്കിലും പോട്ടെന്നേ. ഇനി അതിന്റെ പുറകെ ആരും പോണ്ടെന്ന് പറഞ്ഞല്ലോ. ഉടനെ അവളുടെ ബോഡി കിട്ടും.
ആരെങ്കിലും അത് എടുത്തോണ്ട് വരും. അതിനെ അങ്ങ് കുഴിച്ചു മൂടുക. അതോടെ കാര്യങ്ങൾ അങ്ങ് കഴിയും. മിണ്ടിപ്പോരുത്. നീ അവളുടെ കൂടെ പുറപ്പില്ലേടി, അത് നീ മറക്കരുത്. നിനക്ക് എങ്ങനെ പറയാൻ തോന്നുന്നു ഇതൊക്കെ? വൃത്തികേട് കാണിച്ചവൾ എങ്ങനെ എന്റെ കൂടപ്പിറപ്പാവാനാ? അവൾ എനിക്ക് ആരുമല്ല. എടി, നിന്നെ ഞാൻ വിട്. എന്റെ മോഹൻ അബദ്ധം പറ്റി എന്ന് വെച്ച് അവളെന്റെ മോളാ. മക്കളെ കൈവിടാൻ ഒരച്ഛനും പറ്റൂല. എനിക്കറിയണം എന്റെ കുട്ടിക്ക് എന്താ സംഭവിച്ചത്. ഓടിച്ചെല്ല്. അവളിപ്പോ മരിച്ചിട്ടുണ്ടാവും. മഹാപാപി. ഞാനാണത്രേ മഹാഭാവി. കണ്ടവന്റെ കൂടെ അഴിഞ്ഞാടി നടന്ന അവളിപ്പോ സൽപുത്രി. അവളെ ജീവനോടെയാണ് ഈ വീട്ടിലേക്ക് കൊണ്ടുവരുന്നെങ്കിൽ ഞാൻ ചെയ്യാൻ പോകുന്നത് എന്താന്ന് കാണിച്ചു തരാം.